ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈദ കൊണ്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ദോശയാണ് കേട്ടോ. കറികളൊന്നും ഇതിൻ്റെ കൂടെ വേണ്ട. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം 1 ഗ്ലാസ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം 1/2 ഗ്ലാസ് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ അതിനാവശ്യത്തിനുള്ള വെള്ളം വേണം അത് അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ അത് അടച്ച് വെച്ച് നല്ല ഫൈൻ പേസ്റ്റ് പോലെ നമുക്കത് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ഫുള്ള് ഒഴിച്ച് കൊടുക്കുമ്പോൾ അവസാനം നമുക്കത് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അടിയിലുള്ളതൊക്കെ നമുക്കങ്ങനെ അതിനടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ ഫുള്ള് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചെറിയ പീസാക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, കുഴപ്പമില്ല. അതൊന്ന് അതിന് ശേഷം നമുക്ക് ഒരു 5 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. നമ്മൾ കറിക്കൊക്കെ നമ്മൾ വറവിടില്ലേ, അതേപോലെ കട്ട് ചെയ്തതാണ്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്താൽ അത് വല്ലാതെ കറിക്ക് വറവിടുന്ന പോലെ ഒന്നും നമുക്ക് ആവണ്ട, അത്രയും ഗോൾഡ് കളറൊന്നും ആവേണ്ട. പക്ഷേ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിൽ നമുക്ക് ഇളക്കി കൊടുക്കുക. അതാ ഇതുപോലെ വാടിക്കിട്ടണം, ഇത്ര ആയാൽ മതി കേട്ടോ. ഇതാണ് ഈ പരുവം. ഇനി നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ബാറ്ററിൽ ഈ വറവിട്ടത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 3 ഉണക്കമുളക് ഇതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത നമ്മൾ ഒരു കത്രിക വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ബാറ്ററും ആ ഇട്ട വറവൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും എത്തണം. ആ കടുകും അല്ലാതെ മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തണം. അതിന് ശേഷം നമുക്കത് ചുട്ടെടുക്കുക. അതിന് ഒരു പാൻ വെച്ച് കൊടുക്കുക. ആ പാൻ ചൂടായതിന് ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് തന്നെ വെക്കുക. ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഒഴിച്ച് സാധാരണ നമ്മൾ ദോശ പരത്തില്ല അതുപോലെ തന്നെ ആക്കിയെടുക്കുക. അതൊന്ന് ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്കൊന്ന് ഫ്ലെയിം മീഡിയത്തിലാക്കിയിടുക. അതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓയിലെടുത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പൂണിലോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടൊക്കെ ചെയ്യുക. അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മറിച്ചിടുക. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ടാവും. ഇനി അപ്പുറത്തെ സൈഡ് ഉണ്ടാവാൻ വേണ്ടി ഒന്ന് മറിച്ചിടുക. പെട്ടെന്ന് തന്നെ അത് മുരിഞ്ഞ് കിട്ടുമല്ലോ. അതപ്പോൾ അതാ ഒരു സൈഡ് മറ്റേ സൈഡും ആയിട്ടുണ്ട്. ഇതങ്ങനെ ആകുമ്പോൾ നമുക്കത് എടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അതേപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ മറിച്ചിട്ട് പിന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് മറിച്ചിട്ടതിന് ശേഷം പിന്നെയും അത് പാൻ നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ മൈദ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നും ഒരേപോലെ മൈദ വെറുതെ നമ്മൾ കലക്കി ഒഴിക്കലല്ലേ, പക്ഷേ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇനി പോലെ ഉണ്ടാകും കഴിക്കാൻ. അപ്പോൾ ചൂടോടൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, ഈവനിങ് സ്നാക്ക് പോലൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല വെറുതെ ഇരുന്ന് കഴിക്കാം. കറി വേണമെന്നൊന്നുമില്ല. ഇനി കറി വേണ്ടവരാണെങ്കിൽ വല്ല ചട്നിയോ മീൻ കറി ഏത് കറി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. പക്ഷേ ഞാൻ കറിയില്ലാതെ കഴിച്ചു. എനിക്ക് എല്ലാത്തിനും കറി വേണം എന്നുള്ള ആളാണ്. പക്ഷേ ഇത് എനിക്ക് കഴിക്കാൻ കറി വേണ്ട, അത്രയും ടേസ്റ്റാണ് അത് വെറുതെ കഴിക്കാൻ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.